റെയിൻസ്. യേശു വാഴുന്നു. ഈ ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ആലോചനകൾക്ക് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് വിശ്വാസം. പ്രകൃതിയിൽ നിന്ന് ലഭ്യമാകുന്ന വിശ്വാസത്തെക്കുറിച്ചല്ല, ഡിവൈൻ ഫെയ്ത്ത്, ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിശ്വാസത്തെക്കുറിച്ച്. ആകാശത്തിൽ പക്ഷിക്ക് പറക്കുവാൻ ഡിവൈൻ ഫെയ്ത്തിന്റെ ആവശ്യമില്ല. സമുദ്രത്തിൽ മത്സ്യത്തിന് നീന്തുവാൻ ഡിവൈൻ ഫെയ്ത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ഒരു അത്ഭുതം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ, അസാധാരണമാകുന്നൊരു കാര്യം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡിവൈൻ ഫെയ്ത്തിന്റെ ആവശ്യമുണ്ട്. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന വിശ്വാസം നിങ്ങളിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഒരിക്കൽ യേശു ഒരു മനുഷ്യനോട് പറയുവാനിടയായി, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ഈ മനുഷ്യൻ തൻ്റെ മകന്റെ സൗഖ്യത്തിന് വേണ്ടി യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അരികിൽ കടന്നു വന്നു. ആ മകനിൽ ഊമനായൊരു ദുരാത്മാവ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെങ്കിൽ ചന്ദ്രരോഗമായിരിക്കാം. കാരണം കൂടെ ഈ ദുഷ്ട ആത്മാവ് ഈ മകനെ വെള്ളത്തിൽ തള്ളിയിടുമായിരുന്നു, തീയിൽ തള്ളിയിടുമായിരുന്നു. അപ്പൻ അത് വിശദീകരിക്കുന്നുണ്ട്. ആ രോഗബാധയുള്ള ഈ മകനുമായിട്ട് ഈ അപ്പൻ ശിഷ്യന്മാരുടെ അരികിൽ വന്നു എങ്കിൽ പോലും അവർക്ക് ആ മകനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. ആ സന്ദർഭത്തിൽ യേശു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു. എന്നാൽ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് യേശു ഇറങ്ങി വന്നപ്പോൾ ഈ സംഭവമാണ് യേശു കാണുന്നത്. ശിഷ്യന്മാരും മറ്റുള്ളവരുമായൊക്കെ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊടുന്നനവേ ഈ അപ്പൻ യേശുവിൻ്റെ അരികിൽ കടന്നു വന്നിട്ട് സംഭവം വിശദീകരിച്ചു. യേശുവിനോട് പറഞ്ഞു, നിന്നാൽ കഴിയുമെങ്കിൽ എൻ്റെ മകനെ സൗഖ്യമാക്കണമേ. യേശു അതിനുള്ള മറുപടി ഇങ്ങനെയാണ്. ഒരു ചെറിയ തർജ്ജനം കൂടി അവന് കൊടുക്കുവാനിടയായി. എന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിലുള്ള ദൃഢമാകുന്ന വിശ്വാസം മുഖാന്തരമായി, ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം മുഖാന്തരമായി നിങ്ങൾക്ക് സകലവും കഴിയുവാനിടവരും. നിങ്ങളുടെ മുൻപിലുള്ള ഇപ്പോൾ നിങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങൾ നിങ്ങളെ വിട്ടുപോകുവാനിടവരും. ദൈവത്തിൽ ഉള്ള ആഴമേറിയ വിശ്വാസം. ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ബൈബിളിൽ നമുക്ക് വിവിധയിടങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ യേശു ക്രിസ്തു നസ്രേത്തിലായിരുന്ന സന്ദർഭത്തിൽ മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു നസ്രേത്തിലുള്ളവരുടെ ഇടയിലെ അവിശ്വാസം നിമിത്തം, അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. അധികം വീര്യപ്രവർത്തികൾ അവിടെ ചെയ്യുവാൻ യേശുവിന് കഴിയാതെ വന്നു. കൈതൊട്ട് ചില രോഗികളെ മാത്രമേ യേശുവിനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞുള്ളൂ. എന്തുകൊണ്ടാണ്? അവിടെ ഒരു കോർപ്പറേറ്റ് അൺബിലീഫ് വെളിപ്പെടുവാനിടയായി, കൂട്ടായ അവിശ്വാസം വെളിപ്പെടുവാനിടയായി. ആ പള്ളിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഒരുമിച്ച് അവിശ്വസിച്ചതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, മുൻവിധിയായിരുന്നു പ്രധാനപ്പെട്ട കാരണം. അവർ യേശുവിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ, അയ്യോ, ഇത് യോസഫിൻ്റെ മകനാകുന്ന തച്ചനല്ലേ, അവൻ്റെ അമ്മ മറിയ, അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അത് ഒരു കൂട്ടമായ അവിശ്വാസത്തിന് കാരണമായി തീർന്നു. ആ കൂട്ടമായ അവിശ്വാസം നിമിത്തമാണ് യേശുവിന് അധികം വീര്യപ്രവർത്തികൾ അവിടെ ചെയ്യുവാൻ കഴിയാതെ പോയത്. അപ്പോൾ യേശു തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു. അവിശ്വാസം കണ്ടയിടത്ത് അവിശ്വാസത്തെ പരിഹരിക്കുവാൻ വേണ്ടി യേശു എന്താണ് ചെയ്തത്? ദൈവവചനം ഉപദേശിക്കുവാൻ തുടങ്ങി, ടീച്ച് ചെയ്യുവാൻ തുടങ്ങി. പ്രീച്ചിങ് അല്ല, ടീച്ചിങ് തന്നെ. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാൻ തുടങ്ങി. പ്രീച്ചിങ്ങും ടീച്ചിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രീച്ചിങ് എന്ന് പറയുന്നത് പ്രൊക്ലമേഷൻ ആണ്. ടീച്ചിങ് എന്ന് പറയുന്നത് എക്സ്പ്ലനേഷൻ ആണ്. എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. കാര്യം പ്രഖ്യാപിക്കുന്നതാണ് പ്രീച്ചിങ് എന്ന് പറയുന്നത്. അവിശ്വാസം ജനത്തിൻ്റെ ഇടയിൽ കണ്ടപ്പോൾ ഉടനടി യേശു അതിൻ്റെ പരിഹാരമായിട്ട് ജനത്തെ ഉപദേശിക്കുവാൻ തുടങ്ങി. അവർ ആ ഉപദേശത്താൽ വിശ്വാസം ഉള്ളവരായി തീരുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ഞാൻ ഈ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇത് മുഖാന്തരമായി നിങ്ങളിൽ വിശ്വാസം ഉളവാകുവാനിടവരും. അവിശ്വാസം നിങ്ങളിൽ ഉളവാകുകയാണെങ്കിൽ അത് മുഖാന്തരമായിട്ട് അസാധാരണമാകുന്ന അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിടവരും. ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവിൻ്റെ ആ ശിഷ്യന്മാർ തന്നെ യേശുവിൻ്റെ അരികിൽ കടന്നു വന്ന്, നിങ്ങൾക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ 6-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ അരികിൽ കടന്നു വന്ന് അവർ യേശുവിനോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. 3-4 വാക്യങ്ങളിൽ യേശു ക്ഷമയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ക്ഷമയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് 5-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ
ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. എന്തോ അറിയില്ല, ഒരുപക്ഷെങ്കിൽ ക്ഷമിക്കുവാൻ കൂടുതൽ വിശ്വാസം ആവശ്യമാണോ? ആ ഭാഗത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഊഹിക്കുവാൻ കഴിയും. ക്ഷമയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഉടനടി തന്നെ ശിഷ്യന്മാർ ആവശ്യപ്പെടുന്നത് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. മറ്റു പലരോടും ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ വർദ്ധിച്ച വിശ്വാസം പലർക്കും ആവശ്യമാണ്. യേശു അതിന് മറുപടിയായിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. നോക്കുക, അവിടെ കടുകുമണി എന്ന ഒരു സീഡിനെ കുറിച്ചാണ് കർത്താവോട് പറയുന്നത്. എന്തു വിശദീകരണവുമാകട്ടെ, നമുക്കതിനെ ഇങ്ങനെ സമീപിക്കുവാൻ കഴിയും. ഒരു സീഡ് ഫെയ്ത്ത്, ഒരു വിത്ത് പോലെയുള്ള ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ആ വിശ്വാസം മാത്രം മതി. ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ പോയി വീഴുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുവാൻ ഇടവരും. എന്തുമാത്രം മതി? നിങ്ങൾക്കൊരു സീഡ് ഫെയ്ത്ത് മതി. ആ സീഡ് ഫെയ്ത്ത് ആകുന്നതിനാൽ സീഡ് ഫെയ്ത്തിന് ഒരു വലിയ സാധ്യതയുണ്ട്. ആ വിത്താകുന്ന വിശ്വാസത്തിന് അത് വിത്താകുന്നതിനാൽ എല്ലാ വിത്തുകളെയും നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ വിത്തുകൾക്കും വളരുവാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിനും വളരുവാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, യേശുവിനോട് ചേർന്ന് ഒരു ജീവിതം നയിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ, ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് വലിയ അളവിലുള്ള വിശ്വാസമെല്ലാം ഒന്നിച്ച് ലഭിക്കുന്നില്ല. റോമാലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ നമ്മിലെല്ലാവരിലും തുടക്കത്തിൽ തന്നെ ഒരു വിശ്വാസത്തിൻ്റെ അളവ് കർത്താവ് നൽകിയിട്ടുണ്ട്. ആ വിശ്വാസത്തിൻ്റെ അളവിൻ്റെ പ്രത്യേകത എന്താണ്? ആ വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കുവാൻ സാധ്യതയുള്ള വിശ്വാസമാണ്. അതിന് സഹായകരമാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ആ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടവരും. ആ കടുകുമണിയോളമുള്ള വിശ്വാസം, ആ സീഡ് ഫെയ്ത്ത്, വളരുവാൻ സാധ്യതയുള്ള ഫെയ്ത്ത്. എന്നാൽ നാം 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു പരാമർശം കാണുവാൻ കഴിയുന്നുണ്ട്. മലകളെ നീക്കുവാൻ കഴിയുന്ന വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുകയാണ്. മൗണ്ടൻ മൂവിങ് ഫെയ്ത്ത്. ആ ഫെയ്ത്ത്, ആ വിശ്വാസം വർദ്ധിച്ച അളവിലുള്ളൊരു വിശ്വാസമെന്ന് നമുക്ക് അതിനോട് സമീപിക്കുവാൻ കഴിയും. ടോട്ടൽ ഫെയ്ത്ത് എന്നോ അല്ലെങ്കിൽ ഫുള്ളി ഗ്രോൺ ഫെയ്ത്ത് എന്നോ, മുഴുവനായി വളർന്ന ഒരു ഫെയ്ത്ത് എന്നോ വേണമെങ്കിൽ നമുക്കതിനോട് സമീപിക്കുവാൻ കഴിയും. മലകളെ നീക്കുവാനുള്ള വിശ്വാസം, കടുകുമണി എന്ന ആ സീഡ് ഫെയ്ത്തിന് ഒരു വലിയ സാധ്യതയുണ്ട്. അതിന് വളർച്ച പ്രാപിക്കുവാൻ കഴിയും. അതിന് വളർച്ച ലഭ്യമാകുമ്പോൾ മലകളെ നീക്കുവാനുള്ള വിശ്വാസമായി അത് പരിണമിക്കുവാനിടവരും. ഒത്തിരി പർവ്വതങ്ങളുടെ മുൻപിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. രോഗമെന്ന പർവ്വതം നിങ്ങളുടെ മുൻപിൽ കണ്ടെന്നിരിക്കാം. കടബാധ്യത എന്ന പർവ്വതം നിങ്ങളുടെ മുൻപിൽ കണ്ടെന്നിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങളെയും വിജയത്തിൽ എത്തിക്കുവാൻ കഴിയാത്ത നിലയിൽ പലവിധമാകുന്ന പ്രതിസന്ധികളുടെ പർവ്വതങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടാകാം. ആരാണ് അതിനെ മാറ്റുവാൻ പോകുന്നത്? നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം തേടാം, നിശ്ചയമായിട്ടും. പക്ഷേ എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് തന്നെ ആ പർവ്വതങ്ങളെ അവിടെ നിന്ന് മാറ്റുവാൻ കഴിയും. ആ പർവ്വതങ്ങളെ നീക്കുവാനുള്ള വിശ്വാസമുള്ളവരായി നിങ്ങൾക്ക് തീരുവാൻ കഴിയും. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മുൻപിൽ വരുന്ന പർവ്വതങ്ങൾ എത്ര വലിയ പർവ്വതങ്ങളാണെങ്കിലും, സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതം അത്തരത്തിലുള്ളൊരു മഹാപർവ്വതമാണ് എങ്കിലും ആ പർവ്വതത്തെ നോക്കി നിങ്ങൾ കൽപ്പന പുറപ്പെടുവിക്കുകയാണെങ്കിൽ, ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞ ഭാഗത്ത് നമ്മുടെ സംസാരം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ അധരത്തിലൂടെ പുറപ്പെടുന്ന പ്രഖ്യാപനങ്ങളുടെ സഹായത്തോടുകൂടെ, വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളുടെ സഹായത്തോടുകൂടെ, വചനത്തിൻ്റെ പ്രഖ്യാപനങ്ങളുടെ സഹായത്തോടുകൂടെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതങ്ങളെ നിങ്ങൾക്ക് മാറ്റിയതിനു ശേഷമായിട്ട് സമഭൂമിയെ സൃഷ്ടിക്കുവാൻ കഴിയും. തുറക്കപ്പെടാത്ത ആ ഇടത്ത് നിങ്ങൾക്ക് ഒരു വലിയ വിശാലമാകുന്ന വഴിയെ ഉണ്ടാക്കുവാൻ കഴിയും. മൗണ്ടൻ മൂവിങ് ഫെയ്ത്തിൽ നിങ്ങളെ എത്തിക്കുവാനാണ് കർത്താവാകുന്ന യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. സീഡ് ഫെയ്ത്തിൽ നിന്ന് നിങ്ങളെ മൗണ്ടൻ മൂവിങ്, പർവ്വതങ്ങളെ നീക്കുവാൻ കഴിയുന്ന വിശ്വാസത്തിൽ നിങ്ങളെ എത്തിക്കുവാൻ കർത്താവാകുന്ന യേശു ക്രിസ്തു ആഗ്രഹിക്കുകയാണ്. ഈ വിശ്വാസം വർദ്ധിക്കുവാൻ സഹായകരമായിട്ട് ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു വിത്ത് വളരണമെന്നുണ്ടെങ്കിൽ വളം ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്, സൂര്യപ്രകാശം ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കർത്താവിനാൽ ലഭ്യമായിരിക്കുന്ന ഈ ദിവ്യമാകുന്ന ഫെയ്ത്ത്, അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന ഫെയ്ത്ത്, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഫെയ്ത്ത്, രോഗികളെ സൗഖ്യമാക്കുന്ന ഈ വിശ്വാസവും വളരുവാൻ സഹായകരമാകുന്ന ചില കാര്യങ്ങൾ ആവശ്യമാണ്.
ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസം വളരണമെന്നുണ്ടെങ്കിൽ പ്രഥമമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, അതിന് നിങ്ങളുടെ പ്രവർത്തികൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ കൃപയെയും വിശ്വാസത്തെയും ചേർത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങളിൽ വിശ്വാസം ഉളവാകുന്നു എങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ദൈവ കൃപ നിങ്ങളിൽ വെളിപ്പെട്ടു. പ്രത്യേകമാകുന്ന ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല വിശ്വാസം വളരുന്നത്. 40 ദിവസത്തെ ഉപവാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല വിശ്വാസം വളരുന്നത്. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല വിശ്വാസം വളരുന്നത്. വിശ്വാസം വളരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത് ദൈവകൃപ അധികമായി നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ കൃപയാലുള്ള വിശ്വാസം, കൃപയാൽ ലഭ്യമാകുന്ന വിശ്വാസം, ആ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കുവാനിടവരും. ഒരിക്കൽ അപ്പോസ്തലനാകുന്ന പൗലോസ് ലുസ്ര എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി കടന്നു ചെന്നു. അപ്പോസ്തല പ്രവൃത്തി 14-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ലുസ്രയിൽ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് സുവിശേഷം എത്തിച്ചേരുകയാണ്. അവിടെ ആർക്കും യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയില്ല, അവിടെ ആർക്കും ബൈബിളില്ല, അവിടെ ആർക്കും വചനമൊന്നും അറിയില്ല. അവരൊരിക്കൽ പോലും ഒരു സുവിശേഷ പ്രസംഗം കേട്ടിട്ടില്ല. ആദ്യമായിട്ട് പൗലോസ് അവിടെ സുവിശേഷം പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ അമ്മയുടെ ഉദരം മുതൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത, കാലിന് ശക്തിയില്ലാത്തതായ ഒരു പുരുഷനുണ്ടായിരുന്നു. അയാൾ ഈ വചനം കേൾക്കുവാനിടയായി. വചനം കേട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവന് സൗഖ്യം പ്രാപിക്കുവാൻ വിശ്വാസം ഉണ്ട് എന്ന് പൗലോസ് മനസ്സിലാക്കി. അവനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് ഈ പൗലോസിൽ ഉറ്റിരിക്കുകയാണ്. വചനം കേൾക്കുമ്പോഴുള്ള അവൻ്റെ പ്രതികരണങ്ങൾ മുഖത്ത് പ്രകടമാണ്. അതിനാൽ പെട്ടെന്ന് പൗലോസിന് മനസ്സിലായി സൗഖ്യം പ്രാപിക്കുവാനുള്ള വിശ്വാസം അവനിൽ ഉളവാകുകയാണ്. അത്ഭുതകരം. എങ്ങനെയാണ് ആ മനുഷ്യൻ, അമ്മയുടെ ഉദരം മുതൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത, കാലിനൊട്ടും ബലമില്ലാത്ത ആ മനുഷ്യൻ, ചരിത്രത്തിൽ ഒരിക്കൽ പോലും യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവൻ, വചനം കേട്ടിട്ടില്ലാത്തവൻ, പൊടുന്നനവേ അവനിൽ എങ്ങനെയാണ് ഈ ഡിവൈൻ ഫെയ്ത്ത്, സ്വർഗീയമാകുന്ന വിശ്വാസം, ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിശ്വാസം, വചനത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിശ്വാസം അവനിൽ ഉളവാകുവാൻ ഇടവന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപ അവിടെ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവകൃപയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ പഴയകാല ചരിത്രം ദൈവകൃപയ്ക്ക് ബാധകമല്ല. നിങ്ങൾ ഇന്നലെ വരെ ആരായിരുന്നു, നിങ്ങൾ ഇന്നലെ വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്, അത് ദൈവകൃപയ്ക്ക് ബാധകമല്ല. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ, ഇന്ന് നിങ്ങൾ ഈ വചനത്തോട് പ്രതികരിച്ച് വചനം സ്വീകരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവകൃപ നിങ്ങളിൽ പ്രവർത്തിക്കുവാനിടവരും. യേശുവിൻ്റെ അരികിൽ വന്ന രോഗികളെ നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുവിൻ്റെ അരികിൽ വന്ന രോഗികൾ അവരുടെ പഴയ ചരിത്രം മുഴുവൻ യേശുവിന് അറിയില്ലേ? അവരുടെ പഴയ കാലം മുഴുവൻ യേശുവിന് അറിയില്ലേ? എന്നാൽ യേശു അവരോട് ആരോടെങ്കിലും അവരുടെ പഴയകാല ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപെട്ടോ? ഇല്ല. അവരോടെല്ലാം യേശുവിൻ്റെ സമീപനം എന്ന് പറയുന്നത് മനസ്സലിവാണ്, കമ്പാഷനാണ്. ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് ഉളവാകുന്ന മനസ്സലിവിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശു അവരോട് സമീപിക്കുവാനിടയായത്. അങ്ങനെയാണ് ആ രോഗികളെ കർത്താവ് സൗഖ്യമാക്കിയത്. അത് തന്നെയാണ് ലുസ്രയിലും സംഭവിക്കുന്നത്. ലുസ്രയിൽ ഒരിക്കൽ പോലും വചനം കേട്ടിട്ടില്ലാത്തവൻ്റെ ഉള്ളിൽ ആദ്യമായി വചനം കേൾക്കുമ്പോൾ വിശ്വാസം ഉളവാകുന്നുവെങ്കിൽ അത് പ്രകൃതിയിൽ നിന്നുള്ള വിശ്വാസമല്ല, ഡിവൈനാകുന്ന ഫെയ്ത്ത് ആകുന്നു. ആ വിശ്വാസം ഉളവായതിൻ്റെ പരിണിത ഫലമായിട്ടാണ് പൗലോസ് അവനെ നോക്കിയിട്ട് അവൻ്റെ കൈക്ക് പിടിച്ച് അവനെ സൗഖ്യമാക്കുവാൻ തയ്യാറാകുന്നു. നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ അവനെ നോക്കി പറയുവാനിടയായി. ഉടനേ അത് സംഭവിക്കുവാനിടയായി. പൗലോസിൽ നിന്ന് പുറപ്പെട്ട വചനവും പൗലോസിൽ നിന്ന് പുറപ്പെട്ട വിശ്വാസവും അവനിൽ നിന്ന് പുറപ്പെട്ട വിശ്വാസവും എല്ലാം കൂടി കലർന്ന് യേശുവിൻ്റെ അത്ഭുതകരം അവൻ്റെ മേൽ വരുവാനിടയായി. അവൻ കാലൂന്നി നിവർന്നു നിന്നു. ആ പട്ടണത്തെ മുഴുവൻ ഇളക്കി മറിച്ച സംഭവമാണ്. നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ നിങ്ങളുടെ പഴയകാല ചരിത്രം എന്തുമാകട്ടെ, നിങ്ങൾ എന്തൊക്കെ രീതിയിൽ ജീവിച്ച വ്യക്തിയുമാകട്ടെ, പക്ഷേ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ
നിങ്ങൾ ആയിരിക്കുന്ന മുറിയുടെ ഉള്ളിൽ അത്ഭുതം സംഭവിക്കുവാൻ ഇടവരും. തളർന്ന വ്യക്തികൾ കാലൂന്നി എഴുന്നേറ്റ് നിൽക്കുവാൻ ഇടവരും. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മുറിക്കുള്ളിൽ വ്യാപരിക്കുവാൻ ഇടവരും. മഹാ അത്ഭുതങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ സംഭവിക്കുവാൻ ഇടവരും. നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലത്തിലെ ഞെരുക്കങ്ങൾ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ ആ മേഖലയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാനിടവരും. കൃപയും വിശ്വാസവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ വിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കണമെങ്കിൽ കുറെ പ്രമാണങ്ങളല്ല അതിന് കാരണമായിരിക്കുന്നത്, കുറെ നിയമങ്ങളല്ല അതിന് കാരണമായിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ 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 ചെയ്യുകയാണെങ്കിൽ, 40 കൂട്ടം കാര്യം ചെയ്യുകയാണെങ്കിൽ വിശ്വാസം വർദ്ധിക്കുമെന്നല്ല. 20 വെള്ളിയാഴ്ച ഉപവസിക്കുകയാണെങ്കിൽ വിശ്വാസം വർദ്ധിക്കുമെന്നല്ല. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടവരും. ഈ മുടന്തനായ മനുഷ്യൻ, ലുസ്രയിലെ മുടന്തനായ മനുഷ്യൻ, അയാൾ 40 കൂട്ടം കാര്യം ചെയ്തിട്ടില്ല, 20 വെള്ളിയാഴ്ചകൾ ഉപവസിച്ചിട്ടില്ല, പ്രത്യേകമാകുന്ന പ്രമാണങ്ങളൊന്നും അദ്ദേഹം പാലിച്ചിട്ടില്ല, ഏതെങ്കിലും പ്രത്യേക ഇടങ്ങളിൽ പിൽഗ്രിമേജിന് പോയിട്ടില്ല. അവിടെ തന്നിൽ പൊടുന്നനവേ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുകയും തനിക്ക് ആ വിശ്വാസം സ്വീകരിക്കുവാനും ഇടവന്നതിനാൽ ഒരു വലിയ അത്ഭുതം. സാധാരണ നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാം വലിയ വിശ്വാസം വെളിപ്പെടുന്നിടത്ത് മാത്രമേ വലിയ അത്ഭുതം സംഭവിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള നമ്മുടെ ചിന്തയുണ്ടല്ലോ. എന്നതിന് സമാന്തരമായിട്ട് ഇതാ ഈ മനുഷ്യനിൽ സംഭവിച്ചിരിക്കുന്ന ഒരു സാധാരണ അത്ഭുതമല്ല, ഒരു വലിയ അത്ഭുതം തന്നെ സംഭവിക്കുവാനിടയായി. കൃപയും വിശ്വാസവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രമാണങ്ങളുടെ പാതകൾ വിട്ട് കൃപയുടെ പാതയിലേക്ക് വരിക. നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ആചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും വഴികൾ വിട്ട് ദൈവത്തിന്റെ കൃപയെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. ഈ വചനത്തിന്റെ സത്യം നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകുക. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഈ വചനത്തിന്റെ സത്യം നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ അത് മുഖാന്തരമായി നിങ്ങളിൽ വിശ്വാസം ഉളവാകുവാൻ ഇടവരും. മാത്രവുമല്ല, വിശ്വാസം വർദ്ധിക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. എവിടെയാണ് ഈ ഡിവൈൻ ഫെയ്ത്ത്, ദിവ്യമാകുന്ന സ്വർഗീയമാകുന്ന വിശ്വാസം അടങ്ങിയിരിക്കുന്നത്? വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിളിലാണ് ദൈവ വിശ്വാസം, ഡിവൈനായിട്ടുള്ള ഈ വിശ്വാസം അടങ്ങിയിരിക്കുന്നത്. ഈ വചനം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ധാരാളമായി കേൾക്കുകയാണെങ്കിൽ, റോമാലേഖനം അതിന്റെ 10-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും സംഭവിക്കുന്നു. നിങ്ങൾ ഈ വചനം ധാരാളമായി കേൾക്കുകയാണെങ്കിൽ, ആവർത്തിച്ച് കേൾക്കുകയാണെങ്കിൽ, വീണ്ടും വീണ്ടും കേൾക്കുകയാണെങ്കിൽ, ആ കേൾവി മുഖാന്തരമായിട്ട് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാനിടവരും. ഈ വചനത്തിന്റെ പ്രത്യേകത, ഈ വചനം തന്നെയാകുന്നു ക്രിസ്തു, വചനം തന്നെയാകുന്നു യേശു. യേശുവിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ കേൾക്കുക. കേൾക്കുക എന്ന് പറയുമ്പോൾ വായനയും അതിൽ അടങ്ങിയിരിക്കുകയാണ്. കേൾക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്തയും അതിൽ അടങ്ങിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ കൂടുതൽ വചനത്തെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങൾ കൂടുതൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുക, നിങ്ങൾ കൂടുതൽ ദൈവത്തിൻ്റെ വചനം വായിക്കുക. ആ നിലയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തയ്യാറാകുകയാണെങ്കിൽ വചനം മുഖാന്തരമായിട്ട് വിശ്വാസം വർദ്ധിക്കുവാനിടവരും. ലോകത്തിലുള്ള പല ഇൻഫർമേഷൻസും, ലോകത്തിൽ നിന്ന് ലഭ്യമാകുന്ന പല അറിവുകളും, ആ അറിവുകൾ മുഖാന്തരമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഡിവൈനായിട്ടുള്ള ഫെയ്ത്തിൻ്റെ അളവിനെ അത് കുറയ്ക്കുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ആ ഡിവൈൻ ഫെയ്ത്തിനെ, ഉള്ളതിനെ കൂടെ ചിലപ്പോൾ അത് ചോർത്തിക്കളയുവാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഭയം കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട്. പല ഇൻഫർമേഷൻസും, രോഗത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആകട്ടെ, രോഗത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുകയാണെങ്കിൽ ആ ഇൻഫർമേഷൻസ് മുഖാന്തരമായിട്ട് നിങ്ങളിൽ ഭയം വരുവാൻ സാധ്യതയുണ്ട്. ഭയം എവിടെയൊക്കെ വരുന്നുവോ അവിടെയൊക്കെ വിശ്വാസം ചോർന്നു പോകുവാനിടവരും. മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ 36 മുതലുള്ള വാക്യങ്ങളിൽ യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് പടക് കയറി അക്കരയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ ആ പടകിനെതിരെ കാറ്റും തിരമാലയും അടിക്കുവാനിടയായി. യേശുവിൻ്റെ പടകിനെ മുക്കുവാൻ വേണ്ടി കടൽ ശ്രമിക്കുകയാണ്. എന്തുമാകട്ടെ, അതിൻ്റെ പിന്നിൽ നിശ്ചയമായിട്ടും ഇരുളിൻ്റെ ഒരു സ്വാധീനമുണ്ട് എന്ന് നമുക്ക് കരുതുവാൻ വകയുണ്ട്. അവിടെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ കടലിനെ കുറിച്ച്, ഗലീല കടലിനെ കുറിച്ച് നല്ല അറിവുണ്ട്. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കറിയാം, ഈ അടിച്ചിരിക്കുന്ന കാറ്റ് സാധാരണ കാറ്റല്ല, ഈ ഉയർന്നു വരുന്ന തിരമാല സാധാരണ തിരമാലയല്ല, അത് മുഖാന്തരമായി വള്ളം മുങ്ങുവാൻ പോകുകയാണ്. അതുകൊണ്ടാണ് അവർ ആവലാതിപ്പെട്ട് കരയുന്നത്, യേശുവിനോട് പറയുന്നത്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ?
ലോകം നമുക്ക് നൽകുന്ന ഇൻഫർമേഷൻസ്, ആ ഇൻഫർമേഷൻസ് മുഖാന്തരമായിട്ട് ചിലപ്പോൾ നമ്മുടെ ഉള്ള വിശ്വാസത്തെ കൂടെ അത് ചോർത്തിക്കളയുവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ തകർന്നു പോകും, ഇപ്പോൾ ഞാൻ മരിച്ചു പോകും, എൻ്റെ രോഗം ഇപ്പോൾ കൂടുവാനിടവരും. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഇൻഫർമേഷൻസിന് പകരമായിട്ട് നിങ്ങൾ ഈ ബൈബിളിലെ സന്ദേശങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകുകയാണ് എങ്കിൽ ബൈബിൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടവരും. നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ച് സ്വീകരിക്കുന്നത് അതാണ് നിങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നത്. ബൈബിളിൽ നിന്ന് ലഭ്യമാകുന്ന ആലോചനകൾ നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകുക. ബൈബിളിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് കർത്താവ് എന്താണ് പറയുന്നത്? നിങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നത് നിങ്ങളൊരു വിജയിയാകുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് കർത്താവ് എന്താണ് പറയുന്നത്? എൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്? വിശ്വാസത്താൽ നിങ്ങൾ മതിൽ ചാടിക്കടക്കുമെന്നാണ് കർത്താവിന് പറയുവാനുള്ളത്. അഥവാ നിങ്ങളുടെ മുൻപിലുള്ള പ്രതികൂലങ്ങളെ തകർക്കുവാനുള്ള ആത്മിക ആയുധങ്ങൾ നിങ്ങളുടെ പക്കൽ ഉണ്ട് എന്നാണ് കർത്താവിന് നിങ്ങളെക്കുറിച്ച് പറയുവാനുള്ളത്. ക്രിസ്തുയേശുവിൽ നിങ്ങൾ സകലത്തിനും മതിയാകുന്നു എന്നാണ് കർത്താവിന് നിങ്ങളെക്കുറിച്ച് പറയുവാനുള്ളത്. അത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ലഭ്യമാകുന്നതിനാൽ ഈ വചനത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ കൂടുതൽ തിരിക്കേണ്ടത്. ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. വിശ്വാസം കേൾവിയാൽ എന്ന് പറയുമ്പോൾ സംസാരിക്കുന്ന വചനമാണ്. കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ് നമുക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരുന്നത്. കർത്താവ് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന സന്ദർഭത്തിൽ എന്നിലൂടെ യേശു നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ യേശു എല്ലാ സമയത്തും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ട്യൂൺ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ശബ്ദം നിശ്ചയമായും കേൾക്കുവാൻ കഴിയും. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളായിരിക്കുന്ന മുറിയിൽ തന്നെ റേഡിയോ തരംഗങ്ങളുണ്ട്. ഒരു റേഡിയോ അവിടെ കൊണ്ടുവന്ന് ഒരു സ്റ്റേഷൻ നിങ്ങൾ ട്യൂൺ ചെയ്യുകയാണെങ്കിൽ ട്യൂൺ ചെയ്ത സ്റ്റേഷനുമായി റേഡിയോ കണക്റ്റഡ് ആകുന്ന ആ സന്ദർഭത്തിൽ തന്നെ ആ സ്റ്റേഷനിലുള്ള കാര്യങ്ങൾ ഈ റേഡിയോയിൽ വരുവാനിടവരും. നോക്കുക, അത്തരത്തിൽ ഈ അന്തരീക്ഷത്തിൽ റേഡിയോ തരംഗങ്ങളുണ്ട്. ഈ ടി വിയിലുള്ള കാര്യങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. നിങ്ങളുടെ ടി വിയിൽ ഇപ്പോൾ നിങ്ങൾ ചാനൽ മാറ്റുകയാണ് എങ്കിൽ മറ്റൊരു ചാനലിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുവാനിടവരും. അഥവാ ഇതെല്ലാം ഈ അന്തരീക്ഷത്തിലുണ്ട്. അതേപോലെ തന്നെ ദൈവത്തിന്റെ വചനം ഈ അന്തരീക്ഷത്തിലുണ്ട്. സുലഭമായി ദൈവത്തിന്റെ വചനം ഈ അന്തരീക്ഷത്തിലുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങൾ ഏകാഗ്രമായി ട്യൂൺഡാകുകയാണ് എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ വചനം കടന്നു വരുവാൻ ഇടവരും. തുടർച്ചയായി കടന്നു വരുവാൻ ഇടവരും. ലോകത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം ട്യൂൺഡാകുകയാണെങ്കിൽ ലോകത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുവാൻ ഇടവരും. പിശാചിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം ട്യൂൺഡാകുകയാണെങ്കിൽ പിശാചിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുവാൻ ഇടവരും. എന്നാൽ നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി ട്യൂൺഡാകുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഇടവരും. ഈ വചനം, കർത്താവിന്റെ കമ്മ്യൂണിക്കേഷൻ, കർത്താവ് നമ്മോട് നടത്തുന്ന ആശയവിനിമയം ഈ വചനത്തിലൂടെ, ബൈബിളിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് നിങ്ങൾ സ്വീകരിച്ചാൽ അത് മുഖാന്തരമായി വിശ്വാസം വർദ്ധിക്കുവാൻ ഇടവരും. ഈ വർദ്ധിച്ച വിശ്വാസം മൂന്നാമതായി ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ആ വർദ്ധിച്ച വിശ്വാസം നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സന്ദർഭത്തിൽ, പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ, അനുസരണത്തിൽ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ അത് മുഖാന്തരമായും വിശ്വാസം വർദ്ധിക്കുവാൻ ഇടവരും. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പ്രത്യേകമായി പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ വചനം കേൾക്കുന്നവരായി മാത്രം ഇരിക്കാതെ വചനം അനുസരിക്കുന്നവരായിരിപ്പീൻ. അനുസരണം എന്ന് പറയുമ്പോൾ ഈ വചനം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക, എക്സസൈസ് ചെയ്യുക, നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുക. രോഗികളായിരിക്കുന്നവർ ആ രോഗത്തെ ചൊല്ലി ഭാരപ്പെട്ടിരിക്കാതെ ഈ വചനം സ്വീകരിച്ചതിന് ശേഷം നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് 12 വർഷം രക്തസ്രവമുള്ള സഹോദരി മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ചെയ്തത്. അവൾ ഓടി വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുന്നു. അവളിൽ ഉളവായ വിശ്വാസം, ആ വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി അവൾ വാ തുറന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകും. അതിനുശേഷം അവൾ വെറുതെ വീട്ടിലിരുന്നില്ല, യേശുവിന്റെ പിന്നാലെ ഓടി വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുവാനിടയായി. എക്സസൈസിങ് ഹർ ഫെയ്ത്ത്, അവളുടെ വിശ്വാസം അവൾ അഭ്യസിക്കുകയാണ്, പരിശീലിപ്പിക്കുകയാണ്, പ്രായോഗികത്തിൽ കൊണ്ടുവരികയാണ്. ആ തൊട്ട സന്ദർഭത്തിലാണ് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടുവാനിടയായത്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടത്തിയ ഒരു യോഗത്തിൽ ഇതേപോലെ അത്ഭുതങ്ങളുടെ ഒരു വലിയ പരമ്പര സംഭവിക്കുവാനിടയായി. അരുണാചൽ പ്രദേശിൽ നടന്ന യോഗത്തിൽ ഒരു തളർന്ന പെൺകുട്ടി എഴുന്നേൽക്കുന്ന ഭാഗം ഞാൻ ശ്രദ്ധിച്ചു. അവൾ നിലത്ത് കിടക്കുകയായിരുന്നു, പുതച്ചു മൂടി കിടക്കുകയായിരുന്നു. എന്നാൽ ദൈവശക്തി അവളുടെ മേൽ വരുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു.
പ്രവർത്തിച്ചു. പൊടുന്നനവേ അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ അവളെ ഉത്സാഹിപ്പിച്ചു. ഞങ്ങളുടെ ആശ്വാസം അവളുടെ അരികിൽ ചെന്ന് ചെവിയിൽ ചെന്ന് പറഞ്ഞു, എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്കുക. അപ്പോൾ അവൾ ആ ശ്രമിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. ആരും സഹായിക്കാതെ തന്നെ സ്വയം ശ്രമിക്കുകയാണ്, വളരെ വളരെ ശ്രമിക്കുകയാണ്, ബന്ധപ്പെടുകയാണ്, കാലുകൾ ഉറയ്ക്കുന്നില്ല. എന്നാൽ ആ ബന്ധപ്പാടിൽ അവൾക്ക് ലഭ്യമായ വിശ്വാസത്തെ അവൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ചില സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ചാടി അവൾ കാലൂന്നി ആ ഇടത്ത് എഴുന്നേറ്റ് നിൽക്കുവാനിടയായി. അതേപോലെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ വരുന്ന വിശ്വാസം, ആ വിശ്വാസം നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും. നിങ്ങൾ ഭവനത്തിൽ വെറുതെ ഭയപ്പെട്ടിരിക്കരുത്. നിങ്ങൾ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കരുത്. അയ്യോ ഞാൻ മരിച്ചു പോകുമെന്ന് ചിന്തിച്ച് അതിനെക്കുറിച്ച് പദം പറഞ്ഞ് ചിന്തിച്ചു കൊണ്ടിരിക്കരുത്. നിങ്ങൾ ഇപ്പോൾ എഴുന്നേൽക്കുക. നിങ്ങളിൽ ലഭ്യമായിരിക്കുന്ന വിശ്വാസത്തെ നിങ്ങൾ പ്രായോഗികത്തിൽ കൊണ്ടുവരിക. അവിടെ നിങ്ങളുടെ വിശ്വാസം മുഖാന്തരമായി നിങ്ങൾ വിടുവിക്കപ്പെടുക മാത്രമല്ല, അതിൻ്റെ മറ്റൊരു പരിണിത ഫലമാണ് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടവരും. വിശ്വാസം വർദ്ധിക്കുന്നതാകുന്നതിനാൽ ഈ വിശ്വാസം കടുകുമണിയോളമുള്ള വിശ്വാസം, മൗണ്ടൻ മൂവിംഗ് ഫെയ്ത്ത്, പർവ്വതങ്ങളെ നീക്കുവാൻ പ്രാപ്തിയുള്ള വിശ്വാസമായി തീരുവാൻ ഇടവരും. ആ കൂട്ടത്തിൽ നിങ്ങളാകുവാൻ ആഗ്രഹിക്കുന്നുവോ? ഇപ്പോൾ തന്നെ നിങ്ങളൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുവോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ കേൾക്കുന്ന നിമിഷത്തിൽ തന്നെ നിങ്ങളിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുകയാണ്. രോഗികൾ സൗഖ്യമാകുവാൻ പോകുകയാണ്. മൗണ്ടൻ മൂവിംഗ് ഫെയ്ത്ത് ഉള്ളവരുടെ കൂട്ടത്തിൽ നിങ്ങളായിത്തീരുവാൻ പോകുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവേ, കടുകുമണിയോളമുള്ള വിശ്വാസം മതിയല്ലോ. ഈ പർവ്വതത്തോട് പറഞ്ഞ് കടലിൽ പോയി വീഴുവാൻ കൽപ്പിച്ചാൽ അതങ്ങനെ സംഭവിക്കുമല്ലോ. ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ ഞാൻ പല വേര് പിടിച്ചിരിക്കുന്ന അത്തികളോടും കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക് വിരുദ്ധമായി, ഇവരുടെ ഐശ്വര്യത്തിന് വിരുദ്ധമായി, ഇവരുടെ രോഗശാന്തിക്ക് വിരുദ്ധമായി അവരിൽ വേര് പിടിച്ചിരിക്കുന്ന അത്തികളോട് ഞാൻ കൽപ്പിക്കുന്നു, ഇപ്പോൾ വേരോടെ പറഞ്ഞ് കടലിൽ പോയി വീഴുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാനിടവരട്ടെ. അവരുടെ ശരീരങ്ങളിൽ രോഗസൗഖ്യം സംഭവിക്കുവാനിടവരട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവരിലുള്ള വിശ്വാസം തന്നെ വർദ്ധിക്കുവാനിടവരട്ടെ. വിശ്വാസത്തിന്റെ പരിണിത ഫലമായി അവർ വചനം ചിന്തിക്കുന്നവരായി, വചനം അനുസരിക്കുന്നവരായി, വചനം ഏറ്റുപറയുന്നവരായി തീരുവാനിടവരട്ടെ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ കടബാധ്യതകളുടെ നടുവിൽ ഇപ്പോൾ ആയിരിക്കുന്നവർ അത്ഭുതകരമായി വിടുവിക്കപ്പെടുവാനിടവരട്ടെ. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ, അവരുടെ ഉള്ളിൽ നിന്ന് ആത്മഹത്യ ചിന്ത യേശുവിൻ നാമത്തിൽ പറഞ്ഞു പോകുവാനിടവരട്ടെ. തളർന്നിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ അവരായിരിക്കുന്ന മുറിയിൽ ചാടി എഴുന്നേൽക്കുവാനിടവരട്ടെ. വടിയുടെ സഹായത്തോടുകൂടെ നടക്കുന്നവർ ആ വടി ദൂരെ എറിഞ്ഞു കളഞ്ഞ് വിശ്വാസം അവർ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് സാധാരണ നിലയിൽ നടക്കുവാനിടവരട്ടെ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ തന്നെ കാലിന് ബലഹീനതകളുള്ളവർ, തളർച്ചകളുള്ളവർ, അങ്ങനെയുള്ളവരെ യേശു തൊടുന്നുണ്ട്. അവരുടെ മേൽ അത്ഭുത സൗഖ്യത്തെ കർത്താവ് അയക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ നിങ്ങൾ സൗഖ്യമാകുക. ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ നിങ്ങൾ വിടുവിക്കപ്പെടുക. കർത്താവ് അത് ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹത്തിന്റെ ഒരു മഴ തന്നെ അവരുടെ മേൽ പെയ്തിറങ്ങുന്നുവല്ലോ. സകലത്തിലും അങ്ങയുടെ നാമം മാത്രം മഹത്വമെടുക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പായിട്ടറിയാം. വരുന്ന നാളുകളിൽ കർത്താവാകുന്ന യേശുവിനോട് ചേർന്ന് ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.